Hi friends, welcome to my channel. Today I am going to discuss regarding OET reading part C. Let's start. നമ്മുടെ വീഡിയോയ്ക്ക് ഒരുപാട് കമൻറ്റ്സ് ഉണ്ടായിരുന്നു, ഒരു റീഡിംഗ് പാർട്ട് സി ഫുള്ളായിട്ട് ചെയ്യുമോ എന്ന് ചോദിച്ചിട്ട്. അപ്പോൾ ഫുള്ളായിട്ട് ചെയ്യുവാണെങ്കിൽ വീഡിയോ നമ്മുടെ ഒരുപാട് ലെങ്തി ആയി പോവും. അതുകൊണ്ടാണ് ഞാൻ ഒരു ഫുൾ പാർട്ട് സി മുഴുവനായിട്ട് ചെയ്യാത്തത്. നമുക്ക് വേണമെങ്കിൽ ഒരു 4 ക്വസ്റ്റ്യൻ വീതം എടുത്തിട്ട് 2 വീഡിയോ ആയിട്ട് ചെയ്യാൻ ശ്രമിക്കാം. അല്ലാതെ മൊത്തവും കൂടെ ഒരു വീഡിയോയിൽ ഉൾക്കൊണ്ട് കഴിഞ്ഞാൽ അത് വീഡിയോ ഭയങ്കര ലെന്തി ആവുകയും നിങ്ങൾക്ക് അത് കാണുമ്പോൾ ഒരു മുഷിപ്പുണ്ടാവുകയും ചെയ്യും. അപ്പം നമുക്കൊരു 4 ക്വസ്റ്റ്യൻ വീതം വെച്ചിട്ട് നോക്കാം. അപ്പോൾ ഇന്ന് ഞാൻ എടുക്കുന്ന ടോപ്പിക് എന്ന് പറഞ്ഞാൽ ഡിഫിക്കൾട്ട് ടു ട്രീറ്റ് ഡിപ്രഷൻ എന്നതാണ്. അപ്പോൾ ഇതിനകത്ത് ക്വസ്റ്റ്യൻസ് ഞാൻ നോക്കിയപ്പോൾ ഒരുപാട് ക്വസ്റ്റ്യനും ഒപ്പീനിയൻ ബേസ്ഡ് ക്വസ്റ്റ്യനാണ്, റൈറ്ററിൻ്റെ ഒപ്പീനിയൻ ബേസ്ഡ് ക്വസ്റ്റ്യനാണ് കണ്ടത്. അപ്പം ഞാൻ കരുതി ആദ്യം ഒപ്പീനിയൻ ബേസ്ഡ് ക്വസ്റ്റ്യനെ എങ്ങനെയാണ് നമ്മൾ ഡീൽ ചെയ്യേണ്ടത് എന്നുള്ളതിനെ പറ്റി ഒന്ന് പറഞ്ഞതിന് ശേഷം നമുക്ക് വീഡിയോയിലോട്ട് കിടക്കാമെന്ന്. ഒപ്പീനിയൻ ബേസ്ഡ് ക്വസ്റ്റ്യൻ എങ്ങനെയാണ് ഈസി ആയിട്ട് ടാക്കിൾ ചെയ്യേണ്ടത് എന്നുള്ളതിനെ പറ്റി ഞാൻ പ്രീവിയസ് ഒരു വീഡിയോ ചെയ്തിരുന്നു. അതാരെങ്കിലും കണ്ടിട്ടില്ലെങ്കിൽ അതൊന്ന് കണ്ടിട്ട് ഇത് കാണുവാണെങ്കിൽ നിങ്ങൾക്ക് കുറച്ചുകൂടെ എളുപ്പമായിരിക്കും. എങ്കിലും ഞാൻ ഒന്നുകൂടെ ഒന്ന് ചെറിയ രീതിയിൽ ഇതിനകത്ത് മെൻഷൻ ചെയ്യാം. ഒപ്പീനിയൻ ബേസ്ഡ് ക്വസ്റ്റ്യൻ ആണെങ്കിൽ നമ്മൾ ആദ്യം മനസ്സിലാക്കേണ്ടത് നമ്മളോട് ചോദിച്ചിരിക്കുന്ന ക്വസ്റ്റ്യൻ ഒപ്പീനിയൻ ബേസ്ഡ് ക്വസ്റ്റ്യൻ ആണോ അല്ലയോ എന്നുള്ളതാണ്. അപ്പോൾ അതിനകത്ത് നമുക്കിപ്പം അറിയാം റൈറ്റർ സേസ് ദാറ്റ് അല്ലെങ്കിൽ റൈറ്റർ സജസ്റ്റ് ദാറ്റ് ഇങ്ങനെയൊക്കെ പറഞ്ഞു വരുമ്പോൾ നമുക്ക് മനസ്സിലാവും അത് ഒപ്പീനിയൻ ബേസ്ഡ് ക്വസ്റ്റ്യൻ ആണെന്നുള്ളത്. അങ്ങനെ കണ്ടു കഴിയുമ്പോൾ നമുക്ക് എങ്ങനെയാണ് നമുക്ക് ഇത്തരത്തിലുള്ള ക്വസ്റ്റ്യനെ ടാക്കിൾ ചെയ്യേണ്ടതെന്ന് നോക്കാം. ഒപ്പീനിയൻ ബേസ്ഡ് ക്വസ്റ്റ്യൻ ആണെന്നുണ്ടെങ്കിൽ ഒരു 7 ക്ലൂസ് ഉണ്ട് നമുക്ക് പെട്ടെന്ന് ഇത് മനസ്സിലാക്കാൻ, അതിൻ്റെ ആൻസർ അല്ലെങ്കിൽ ആ റൈറ്ററുടെ ഒപ്പീനിയൻ എവിടെയാണ് പറഞ്ഞിരിക്കുന്നത് എന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് ഒരു 7 ക്ലൂസ് ഉണ്ട്. അതായത് ഒന്നാമത്തേന്ന് പറഞ്ഞാൽ മോഡൽ വെർബ്സ് യൂസ് ചെയ്ത് റൈറ്ററുടെ ഒപ്പീനിയൻ എക്സ്പ്രസ് ചെയ്യാറുണ്ട്. മോഡൽ വെർബ് എന്ന് പറയുമ്പോൾ മേ, മൈറ്റ്, ക്യാൻ, കുഡ്, ഷുഡ്, ക്യാൻ ബി, കുഡ് ബി എക്സെട്ര. പിന്നെയെന്ന് പറഞ്ഞാൽ രണ്ടാമത്തതെന്ന് പറയുമ്പോഴത്തേക്ക് കോൺട്രാസ്റ്റ് യൂസ് ചെയ്യാറുണ്ട്. കോൺട്രാസ്റ്റ് എന്ന് പറയുമ്പോൾ ബട്ട്, ഹവർ, എറ്റ്, ഓൾ, ദോ ഇങ്ങനെയുള്ള കോൺട്രാസ്റ്റ്, ഡെസ്പൈറ്റ് ഇവയൊക്കെ യൂസ് ചെയ്തിട്ട് റൈറ്ററുടെ ഒപ്പീനിയൻ പറയാറുണ്ട്. അടുത്തതെന്ന് പറഞ്ഞാൽ സിഗ്നൽ വേർഡ്സ് യൂസ് ചെയ്തിട്ട് ഒപ്പീനിയൻ എക്സ്പ്രസ് ചെയ്യാറുണ്ട്. അതായത് ഐ തിങ്ക്, ഐ ബിലീവ്, ഇൻ മൈ ഒപ്പീനിയൻ, ഇൻ മൈ വ്യൂ, അക്കോർഡിംഗ് ടു മീ, ഐ ഫീൽ, ഇൻ ഫാക്റ്റ്, ആക്ച്വലി, പ്രോബബ്ലി, വാട്ട്സ് മോർ ഇങ്ങനെയൊക്കെയുള്ള സിഗ്നൽ വേർഡ്സ് യൂസ് ചെയ്തതിന് ശേഷം റൈറ്ററുടെ ഒപ്പീനിയൻ പറയാറുണ്ട്. അടുത്തതെന്ന് പറയുമ്പോൾ സ്കെയിൽസ് എന്ന് പറയുമ്പോൾ ഓൾ, മോസ്റ്റ്, മെനി, എ ഫ്യൂ, ഓൾവേസ്, സംടൈംസ്, ഒക്കേഷണലി ഇങ്ങനെയൊക്കെയുള്ള സ്കെയിൽസ് യൂസ് ചെയ്ത് ഒപ്പീനിയൻസ് എക്സ്പ്രസ് ചെയ്യാറുണ്ട്. അടുത്തതെന്ന് പറയുമ്പോൾ കമ്പാരിസൺ എന്ന് പറയുമ്പോൾ നമ്മുടെ സെൻറ്റൻസുകളിൽ എവിടെയെങ്കിലുമായിട്ട് സിമിലർലി, ഇൻ ദ സെയിം വേ, ആസ് വെൽ, ഇൻ കോമൺ, ഇൻ ജനറൽ എന്നൊക്കെ പറഞ്ഞിട്ട് സെൻറ്റൻസ് കാണാൻ കഴിയും. അടുത്തതെന്ന് പറയുമ്പോൾ ആഡ്വർബ് യൂസ് ചെയ്ത് നമുക്ക് ആ ആഡ്വർബ് കാണുമ്പോൾ നമുക്ക് മനസ്സിലാകും ഇതൊരു ഒപ്പീനിയനാണ് അവിടെ പറഞ്ഞിരിക്കുന്നതെന്ന്. അതായത് ഇൻട്രസ്റ്റിംഗ്ലി, അമേസിംഗ്ലി, പർട്ടിക്കുലർലി, ഹാപ്പിലി, സാഡ്ലി, വറിയിങ്ലി, സർപ്രൈസിംഗ്ലി ഇങ്ങനെയൊക്കെയുള്ള കാര്യം ആഡ്വർബ് യൂസ് ചെയ്ത് ഒപ്പീനിയൻ എക്സ്പ്രസ് ചെയ്യാറുണ്ട്. അടുത്തതെന്ന് പറയുമ്പോൾ ടൈം എക്സ്പ്രഷൻ ആൻഡ് നമ്പേഴ്സ് ഒക്കെ നമ്മുടെ പാരഗ്രാഫിൽ കാണുവാണെങ്കിൽ അതിന് കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുത്തിട്ട് അവിടെ നമ്മൾ കോൺസെൻട്രേറ്റ് ചെയ്ത് റീഡ് ചെയ്യുക. ടൈം എക്സ്പ്രഷൻ എന്ന് പറയുമ്പോൾ കറൻ്റ്ലി, റീസെൻ്റ്ലി, നൗ, ദെൻ ഇങ്ങനെയൊക്കെയുള്ള ടൈം എക്സ്പ്രഷൻസ് നമ്മൾ കൂടുതലായിട്ട് ശ്രദ്ധിക്കുക. ഇത്രയും കാര്യങ്ങൾ നമ്മൾ നോക്കിയാൽ തന്നെ നമുക്ക് ഏകദേശം ഒപ്പീനിയൻ ബേസ്ഡ് ക്വസ്റ്റ്യൻ്റെ ആൻസർ കണ്ടുപിടിക്കാൻ വളരെ എളുപ്പം കഴിയും. അപ്പോൾ എന്താണ് ആദ്യം നമ്മൾ മനസ്സിലാക്കേണ്ടത്, എന്താണ് നമ്മുടെ ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത്, എന്തിനെ പറ്റിയാണ് ആ ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നതെന്ന് മനസ്സിലാക്കുക. എന്നിട്ട് ആ പാരഗ്രാഫിൽ പോയിട്ട് ആ പർട്ടിക്കുലർ പോർഷൻ നമ്മൾ ഐഡൻറ്റിഫൈ ചെയ്തതിന് ശേഷം നമ്മൾ അവിടെ കോൺസെൻട്രേറ്റ് ചെയ്ത് റീഡ് ചെയ്യുക. അതിനുശേഷം നമ്മൾ നമ്മുടെ ഓപ്ഷനുമായിട്ട് കമ്പയർ ചെയ്ത് നോക്കുക, ഇതിലേത് ആൻസറാണ് ഇതിന് ഏറ്റവും യോജിച്ചത് എന്നുള്ളത്. അങ്ങനെയുള്ള ആൻസർ നമ്മൾ തിരഞ്ഞെടുക്കുക. ഇതാണ് നമ്മുടെ ഒപ്പീനിയൻ ബേസ്ഡ് ക്വസ്റ്റ്യനെ ടാക്കിൾ ചെയ്യാനുള്ള ഒരു മാർഗം എന്ന് പറയുന്നത്.
ഇനി നമുക്ക് ക്വസ്റ്റ്യനിലോട്ട് കിടക്കാം. നമുക്ക് 7ാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. ഇൻ ദ ഫസ്റ്റ് പാരഗ്രാഫ് വാട്ട് പോയിന്റ് ഡസ് ദ റൈറ്റർ മേക്ക് അബൌട്ട് ദ ട്രീറ്റ്മെൻറ്റ് ഓഫ് ഡിപ്രഷൻ? ഇവിടെ പറഞ്ഞിരിക്കുന്നത് എന്താണ്? ഫസ്റ്റ് പാരഗ്രാഫിൽ ട്രീറ്റ്മെൻറ്റ് ഓഫ് ഡിപ്രഷനെ പറ്റി എന്ത് പോയിൻ്റാണ് റൈറ്റർ മേക്ക് ചെയ്തിരിക്കുന്നത് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. നമ്മൾ ഇത്തരത്തിലുള്ള ക്വസ്റ്റ്യൻസിനെ എങ്ങനെയാണ് ഡീൽ ചെയ്യേണ്ടത് എന്നുള്ള ഒരു വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ട്. അതാരെങ്കിലും കണ്ടിട്ടില്ല എങ്കിൽ ഒന്ന് കാണുവാണെങ്കിൽ കുറച്ച് നിങ്ങൾക്ക് എളുപ്പമായേനെ. അപ്പം ഇവിടെ ചോദിച്ചിരിക്കുന്നത് ഇങ്ങനെ വാട്ട് പോയിന്റ് ഡസ് ദ റൈറ്റർ മേക്ക് അബൌട്ട് എന്ന് കഴിഞ്ഞതിന് ശേഷം ഒരു ടോപ്പിക്ക് വരുമ്പോൾ ആ ടോപ്പിക്കിനെയാണ് നമ്മൾ കോൺസെൻട്രേറ്റ് ചെയ്യേണ്ടത്. ഇവിടുത്തെ ടോപ്പിക് എന്ന് പറയുമ്പോൾ ട്രീറ്റ്മെൻറ്റ് ഓഫ് ഡിപ്രഷനെ പറ്റി എന്ത് പോയിൻ്റാണ് റൈറ്റർ ഫസ്റ്റ് പാരഗ്രാഫിൽ മേക്ക് ചെയ്തിരിക്കുന്നത് എന്നാണ് ക്വസ്റ്റ്യൻ. ഇനി നമ്മൾ പാരഗ്രാഫിലോട്ട് പോകുന്നു. ഡിപ്രഷൻ റിമെയിൻസ് എ ലീഡിങ് കോസ് ഓഫ് ഡിസ്ട്രെസ് ആൻഡ് ഡിസബിലിറ്റി ഇൻ ദ വേൾഡ് വൈഡ്. അപ്പോൾ വേൾഡ് വൈഡിൽ ഡിസ്ട്രെസ്സും ഡിസബിലിറ്റി എന്ന് പറയുന്നത് എന്താണ്? ഇപ്പോഴും ഒരു ലീഡിങ് കോസാണ് എന്തിൻ്റെ? ഡിപ്രഷൻ്റെ ഒരു ലീഡിങ് കോസാണ് ഡിസ്ട്രെസ് ആൻഡ് ഡിസബിലിറ്റി എന്ന് പറയുന്നത്. ഇൻ വൺ കൺട്രീസ് സർവേ ഓഫ് ഹെൽത്ത് ആൻഡ് വെൽബീയിങ് ഇൻ 2007, 7.2% പീപ്പിൾ സർവേ ഹാഡ് എക്സ്പീരിയൻസ് മൂഡ് ഡിസോർഡർ. അപ്പോൾ അവിടെ ഹെൽത്ത് ആൻഡ് വെൽബീയിങ് എന്ന ഒരു സർവേയിൽ 2007 7.2% ഓഫ് പീപ്പിൾ സർവേ ചെയ്തതിൽ സർവേയിൽ എന്താണ് മൂഡ് ഡിസോർഡേഴ്സ് അഫക്റ്റ് ചെയ്തവരെ പറ്റിയാണ്. മൂഡ് ഡിസോർഡേഴ്സ് എക്സ്പീരിയൻസ് ചെയ്തത് 7.2% ആൾക്കാരാണ് പ്രീവിയസ് 12 months ആയിട്ട്. ഇതിൽ തന്നെ ദോസ് അഫക്റ്റഡ് റിപ്പോർട്ടഡ് എ മീൻ ഓഫ് 11.7 ഡിസബിലിറ്റി ഡേയ്സ്. ഈ അഫക്റ്റ് ചെയ്തവരിൽ ഒരു ആവറേജ് 11.7 ഡിസബിലിറ്റി ഡേയ്സ് ആണ് പറയുന്നത്. അതായത് അവർ കംപ്ലീറ്റ്ലി അണേബിൾ ആണ് ടു ക്യാരി ഔട്ട് ഓർ ഹാഡ് ടു കട്ട് ഡൗൺ ദെയർ യൂഷ്വൽ ആക്ടിവിറ്റീസ് ഓവിങ് ടു ദെയർ ഹെൽത്ത്. അവരുടെ യൂഷ്വൽ ആക്ടിവിറ്റീസൊക്കെ ചെയ്യാനൊക്കെ അവർ കംപ്ലീറ്റ്ലി അണേബിൾ ആണെന്നാണ് പറയുന്നത്. ദെയർ വാസ് ഓൾസോ എവിഡൻസ് ഓഫ് സബ്സ്റ്റാൻഷ്യൽ അണ്ടർ ട്രീറ്റ്മെൻറ്റ്. അപ്പം നമുക്ക് മനസ്സിലായി ഇതുവരെ പറഞ്ഞതൊക്കെ എന്താണ്? ഡിപ്രഷനെ പറ്റിയും അവിടുത്തെ സർവേയെ പറ്റിയും അത് എക്സ്പീരിയൻസ് ചെയ്തവർ ആ ഒരു മൂഡ് ഡിസോർഡർ ഉണ്ടായവർക്കുള്ള ഒരു എക്സ്പീരിയൻസിനെ പറ്റിയും ഒക്കെയാണ് ഇതുവരെ നമ്മളോട് പറഞ്ഞത് അല്ലേ. ഇനി പറയുന്നത് എന്താണ്? ദെയർ വാസ് ഓൾസോ എവിഡൻസ് ഓഫ് സബ്സ്റ്റാൻഷ്യൽ അണ്ടർ ട്രീറ്റ്മെൻറ്റ്. അപ്പോൾ നമുക്ക് മനസ്സിലായി ഇനിയാണ് നമ്മുടെ ട്രീറ്റ്മെൻറ്റിനെ പറ്റി പറയുന്നത്. നമ്മുടെ ക്വസ്റ്റ്യൻ എന്തായിരുന്നു? ട്രീറ്റ്മെൻറ്റിനെ പറ്റിയായിരുന്നു നമ്മളോട് ക്വസ്റ്റ്യൻ ചോദിച്ചതില്ലേ. എന്ത് പോയിൻ്റാണ് ട്രീറ്റ്മെൻറ്റ് ഓഫ് ഡിപ്രഷനെ പറ്റി റൈറ്റർ മേക്ക് ചെയ്തതെന്നാണ്. അപ്പോൾ നമ്മൾ ഇനി കോൺസെൻട്രേറ്റ് ചെയ്ത് വായിക്കേണ്ട സ്ഥലം എത്തിയെന്ന് നമുക്ക് മനസ്സിലായി. സബ്സ്റ്റാൻഷ്യൽ അണ്ടർ ട്രീറ്റ്മെൻറ്റ് എന്ന് വെച്ചാൽ വലിയ രീതിയിലൊരു ഇനഫായിട്ടുള്ളൊരു ട്രീറ്റ്മെൻറ്റ് അല്ല അവിടെ ഉണ്ടായത്. അതിനുള്ളൊരു എവിഡൻസ് ആണ് കാണുന്നതെന്നാണ്. ദെർ വാസ് ഓൾസോ എവിഡൻസ് ഓഫ് സബ്സ്റ്റാൻഷ്യൽ എന്ന് വെച്ചാൽ ഭീമമായ രീതിയിലുള്ള ഒരു അണ്ടർ ട്രീറ്റ്മെൻ്റ് ആണ് കാണാൻ കഴിഞ്ഞത്. അമേസിംഗ്ലി only 35% of people with mental health problem had a mental health consultation during the previous 12 months. അതായത് കഴിഞ്ഞ 12 മാസമായിട്ട് അവിടെ മെൻ്റൽ ഹെൽത്ത് പ്രോബ്ലം ഉള്ളവരിൽ 35% അമേസിംഗ്ലി എന്നാണ് പറയുന്നത്. അമേസിംഗ്ലി only 35% of the people with mental health problem had mental health consultation during the previous 12 months. അപ്പം പ്രീവിയസ് 12 months മെൻ്റൽ ഹെൽത്ത് പ്രോബ്ലം ഉള്ളവരിൽ 35% ആൾക്കാർ മാത്രമേ മെൻ്റൽ ഹെൽത്ത് കൺസൾട്ടേഷൻ എടുത്തിട്ടുള്ളൂ. 3/4 ഓഫ് ദോസ് സീക്കിംഗ് ഹെൽപ്സ് ആർ എ ജനറൽ പ്രാക്ടീഷണർ. ഈ 35-ൽ തന്നെ അതിൻ്റെ 35%-ൻ്റെ 3/4 ഹെൽപ്പ് എടുത്തിരിക്കുന്നത് എവിടെ നിന്നാണ്? ജനറൽ പ്രാക്ടീഷണറിൽ നിന്നാണ്. ഇൻ ദ 2015 and 2016 ഫോളോ അപ്പ് സർവേ നോട്ട് മച്ച് ഹാഡ് ചേഞ്ച്ഡ്. അതായത് 15 and 16 വേറൊരു സർവേ ഫോളോ അപ്പ് സർവേ ചെയ്തപ്പോൾ ഈ കാര്യത്തിൽ അതായത് സബ്സ്റ്റാൻഷ്യൽ അണ്ടർ ട്രീറ്റ്മെൻറ്റിന് വലിയ ഗണ്യമായ മാറ്റമൊന്നും കണ്ടില്ല. നോട്ട് മച്ച് ഹാഡ് ചേഞ്ച്ഡ്. എഗെയിൻ ദെയർ വാസ് എവിഡൻസ് ഓഫ് സബ്സ്റ്റാൻഷ്യൽ അൺമെറ്റ് നീഡ്. പിന്നെയും കണ്ടത് എന്താണ്? സബ്സ്റ്റാൻഷ്യൽ അൺമെറ്റ് നീഡാണ് കണ്ടത്. ആൻഡ് എഗെയിൻ GPs were the health professionals most likely to be providing care. ആ 2015-16 ഫോളോ അപ്പ് സർവേയിലും കണ്ടത് എന്താണ്?
GPs were the health professionals most likely to be providing care. ഈ മെൻ്റൽ ഹെൽത്ത് പ്രോബ്ലം ഉള്ളവർക്ക് കെയർ കൊടുക്കുന്നത് GPs ആയിട്ട് മോസ്റ്റ് പേഷ്യൻസിനും മെൻ്റൽ ഹെൽത്ത് പ്രോബ്ലമുള്ള മോസ്റ്റ് പേഷ്യൻസിനും കെയർ കൊടുക്കുന്നത് GPs ആയിട്ടാണ് കണ്ടത്. ഇനി നമുക്ക് ആൻസർ ഓപ്ഷനിലോട്ട് നോക്കാം. എ ഓപ്ഷൻ പറയുന്നത് എന്താണ്? 75% ഓഫ് ഡിപ്രഷൻ സഫറേഴ്സ് വിസിറ്റ് ദെയർ GP ഫോർ ട്രീറ്റ്മെൻറ്റ്. അങ്ങനെയാണോ നമ്മുടെ ഇതിൽ പറഞ്ഞിരുന്നത്? 75% ഓഫ് ഡിപ്രഷൻ സഫറേഴ്സ്, 75% എന്ന് പറയുമ്പോൾ നമ്മുടെ 3/4. 75% ഓഫ് ഡിപ്രഷൻ സഫറേഴ്സ് വിസിറ്റ് ദെയർ GP ഫോർ ട്രീറ്റ്മെൻറ്റ്. 75% എന്നല്ല പറഞ്ഞിരിക്കുന്നത്, നമ്മളോട് പറഞ്ഞത് 35%ൻ്റെ 3/4 പറഞ്ഞത്. 35% മെൻ്റൽ ഹെൽത്ത് പ്രോബ്ലം ഉള്ളവരിൽ ആ 35ൻ്റെ 3/4 ഹെൽപ്പ് എടുക്കുന്നത് എവിടെ നിന്നാണ്? ജനറൽ പ്രാക്ടീഷണറിൽ നിന്നാണ് എന്നാണ് പറഞ്ഞത്. അല്ലാതെ 75% ഡിപ്രഷൻ സഫറേഴ്സ് വിസിറ്റ് ദെയർ GP ഫോർ ട്രീറ്റ്മെൻറ്റ് എന്നല്ല. അപ്പം നമുക്ക് എ ഓപ്ഷൻ എലിമിനേറ്റ് ചെയ്യാം. ബി ഓപ്ഷൻ പറയുന്നത് എന്താണ്? GP സ്ട്രഗിൾ ടു മീറ്റ് ദ നീഡ്സ് ഓഫ് ദ പേഷ്യൻറ്റ് വിത്ത് ഡിപ്രഷൻ. അങ്ങനെ എവിടെയെങ്കിലും പറയുന്നുണ്ടോ? അതായത് ഡിപ്രഷനുള്ള പേഷ്യൻറ്റിൻ്റെ നീഡ്സ് മീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് GP സ്ട്രഗിൾ ചെയ്യുന്നതായിട്ട് പറഞ്ഞിട്ടുണ്ടോ? അങ്ങനെയൊന്നും പറഞ്ഞിട്ടില്ല. അപ്പം നമുക്ക് ബി ഓപ്ഷനും എലിമിനേറ്റ് ചെയ്യാം. ആൻസർ ഓപ്ഷൻ സി പറയുന്നത് ട്രീറ്റ്മെൻറ്റ് ഫോർ ഡിപ്രഷൻ ടേക്സ് ആൻ ആവറേജ് ഓഫ് 11.7 days എ മന്ത്. അതായത് ഡിപ്രഷൻ്റെ ട്രീറ്റ്മെൻറ്റ് എടുക്കുന്നത് ആവറേജ് 11.7 days എ മന്ത്. അങ്ങനെയല്ലല്ലോ നമ്മളോട് പറഞ്ഞിരുന്നത്. എന്താണ് അവിടെയൊക്കെ എന്ന് പറയുന്നത്? നമ്മുടെ ട്രീറ്റ്മെൻറ്റ് തുടങ്ങുന്നതിന് മുമ്പുള്ള കാര്യങ്ങളാണ് അല്ലേ? ട്രീറ്റ്മെൻറ്റിനെ പറ്റിയൊന്നും അല്ല അവിടെ പറഞ്ഞിരിക്കുന്നത്. അതായത് ഡിസബിലിറ്റി 11.7 ഡിസബിലിറ്റി ഡേയ്സിനെ പറ്റിയാണ്. അവർക്ക് ആ മൂഡ് ഡിസോർഡേഴ്സ് ഉണ്ടാകുന്നവരുടെ എക്സ്പീരിയൻസിനെ പറ്റിയൊക്കെയാണ് അവിടെ പറഞ്ഞത്. ട്രീറ്റ്മെൻറ്റിനെ പറ്റി പറയുന്നതിന് മുന്നേ ആണ് ഇതൊക്കെ പറഞ്ഞിരിക്കുന്നത്. അപ്പം നമുക്ക് ആൻസർ ഓപ്ഷൻ സിയും എലിമിനേറ്റ് ചെയ്യാം. അപ്പം നമ്മുടെ ആൻസർ എന്താണ്? ഡി ആണ് നമ്മുടെ ആൻസർ. മോസ്റ്റ് പീപ്പിൾ വിത്ത് ഡിപ്രഷൻ സിംറ്റംസ് നെവർ റിസീവ് ഹെൽപ്പ്. അതായത് only 35% എന്ന് പറഞ്ഞില്ലേ? only 35% മെൻ്റൽ ഹെൽത്ത് പ്രോബ്ലം ഉള്ളവർ മെൻ്റൽ ഹെൽത്ത് കൺസൾട്ടേഷൻ എടുക്കുന്നുള്ളൂ. അപ്പോൾ 35ൻ്റെ ബാക്കി എത്രയാണ്? അപ്പോൾ അതല്ലേ കൂടുതൽ വരുന്നത്. അതാണ് പറഞ്ഞത് മോസ്റ്റ് പീപ്പിൾ വിത്ത് ഡിപ്രഷൻ സിംറ്റംസ് നെവർ റിസീവ് ഹെൽപ്പ്. കൂടുതൽ ആൾക്കാരും ഡിപ്രഷൻ സിംറ്റമുള്ള കൂടുതൽ ആൾക്കാരും ഹെൽപ്പ് എടുക്കുന്നില്ല എന്നുള്ളതാണ് ഇവിടെ ആൻസറായിട്ട് വരുന്നത്. അപ്പോൾ ഇവിടെ നമുക്ക് നമ്മുടെ ഒപ്പീനിയൻ ബേസ്ഡ് ക്വസ്റ്റ്യൻ ആണ്. ഇതൊരു ഒപ്പീനിയൻ വാട്ട് പോയിന്റ് ഡസ് ദ റൈറ്റർ മേക്ക് എന്ന് പറയുമ്പോൾ ഇതൊരു ഒപ്പീനിയൻ ബേസ്ഡ് ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ ഇവിടെ നമ്മൾ നേരത്തെ പറഞ്ഞ ക്ലൂ അനുസരിച്ചാണെങ്കിൽ ഞാൻ പറഞ്ഞിരുന്നു ആഡ്വേർബ്. നമ്മുടെ ആഡ്വേർബ് വരുമ്പോൾ അവിടെ നിന്ന് നമുക്ക് ആൻസറിലോട്ട് എത്താം എന്ന്. ഒപ്പീനിയൻ ബേസ്ഡ് ക്വസ്റ്റ്യൻ്റെ ആൻസേഴ്സ് ആഡ്വേർബ് നിന്ന് നമുക്ക് മനസ്സിലാക്കാം. ഇവിടെ ഉപയോഗിച്ചിരിക്കുന്ന ആഡ്വേർബ് ഏതാണ്? അമേസിംഗ്ലി. only 35% ഓഫ് പീപ്പിൾ വിത്ത് മെൻ്റൽ ഹെൽത്ത് പ്രോബ്ലം ഹാഡ് മെൻ്റൽ ഹെൽത്ത് കൺസൾട്ടേഷൻ. അപ്പോൾ അവിടെ അമേസിംഗ്ലി എന്നൊരു ആഡ്വേർബ് യൂസ് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ 35% ഒരു നമ്പർ യൂസ് ചെയ്തിട്ടുണ്ട്. പിന്നെ ഒള്ളി എന്ന വേർഡും അവിടെ യൂസ് ചെയ്തിട്ടുണ്ട്. അമേസിംഗ്ലി only 35% ഓഫ് പീപ്പിൾ. അപ്പം നമ്മുടെ ആഡ്വേർബ് അമേസിംഗ്ലി എന്ന വേർഡ് വെച്ചിട്ട് നമുക്ക് ഈ ഒരു ആൻസറിലോട്ട് എത്താൻ കഴിയും. നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ട് എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇനി നമുക്ക് എട്ടാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. ഇൻ ദ സെക്കൻഡ് പാരഗ്രാഫ് ദ റൈറ്റർ സജസ്റ്റ് ദാറ്റ് GPസിനെ പറ്റി റൈറ്റർ എന്താണ് സെക്കൻഡ് പാരഗ്രാഫിൽ സജസ്റ്റ് ചെയ്യുന്നത് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ ഇതൊരു ഒപ്പീനിയൻ ബേസ്ഡ് ക്വസ്റ്റ്യൻ ആണെന്ന് മനസ്സിലായി. നമുക്കിനി പാരഗ്രാഫിലോട്ട് പോകാം. While GPs have many skills in the assessment and treatment of depression, they are often faced with people with depression who simply do not get better, despite the use of proven psychological or pharmacological therapies. അപ്പോൾ ഇവിടെ പറയുന്നത് എന്താണ്? GPസിന് ഒരുപാട് സ്കിൽസ് ഉണ്ട്. എന്തിനൊക്കെയുള്ള? അസസ്മെൻറ്റ് ആൻഡ് ട്രീറ്റ്മെൻറ്റ് ഓഫ് ഡിപ്രഷൻ്റെ അസസ്മെൻറ്റും ട്രീറ്റ്മെൻറ്റും ഒക്കെ ചെയ്യാനുള്ള ഒരുപാട് സ്കിൽസ് GPസിനുണ്ട്. They are often faced with people with depression who simply do not get better. അവർ ഇങ്ങനെ പല സ്കിൽസ് ഉണ്ടെങ്കിലും അവർ ചില സമയങ്ങളിലൊക്കെ
ട്രീറ്റ് ചെയ്യുമ്പോൾ ആ പേഷ്യൻ്റ് ബെറ്റർ ആവാത്ത സിറ്റുവേഷനും ഫേസ് ചെയ്യേണ്ടി വരുന്നുണ്ട്. ഡെസ്പൈറ്റ് എന്നിരുന്നാലും യൂസ് ഓഫ് പ്രൂവൺ സൈക്കോളജിക്കൽ ഓർ ഫാർമക്കോളജിക്കൽ തെറാപ്പീസ്, അതായത് പ്രൂവൺ ആയിട്ടുള്ള സൈക്കോളജിക്കൽ ആൻഡ് ഫാർമക്കോളജിക്കൽ തെറാപ്പീസ് എല്ലാം യൂസ് ചെയ്ത് അവർ ട്രീറ്റ് ചെയ്തിട്ടും ഈ കണ്ടീഷൻ ബെറ്റർ ആവാത്ത പേഷ്യൻസിനെയും അത്തരത്തിലുള്ള കണ്ടീഷൻസും അവർ ഫേസ് ചെയ്യുന്നുണ്ട് എന്നാണ് പറയുന്നത്. GPs are well placed in one regard, as they often have a longitudinal knowledge of the patient, understand his or her circumstances, stresses and supports, and can marshal this knowledge into coherent and comprehensive management plan. അപ്പം GPs are well placed in one regard. GPs എന്ന് പറഞ്ഞാൽ ഈ പേഷ്യൻറ്റിനെ പറ്റി, അതായത് GP എന്ന് പറയുമ്പോഴത്തേക്ക് അവർ ഒരു പ്രശ്നം വന്നു കഴിഞ്ഞാൽ, എന്തെങ്കിലും ഒരു ചെറിയ പ്രോബ്ലം വന്നു കഴിഞ്ഞാൽ അവർ പോയി കാണുന്നത് എപ്പോഴും ആരെയാണ്? GP ആണ് കാണുക. അപ്പോൾ ഈ GPസിന് ഈ പേഷ്യൻസിനെ പറ്റിയുള്ള നല്ല രീതിയിലുള്ള അറിവുണ്ട്. അവർക്ക് ആ പേഷ്യൻ്റെ കണ്ടീഷനും അവരുടെ പ്രീവിയസ് മെഡിക്കൽ ഹിസ്റ്ററീസ് ആയാലും സോഷ്യൽ ഹിസ്റ്ററി ആയാലും ഫാമിലി ഹിസ്റ്ററി ആയാലും എല്ലാ കാര്യങ്ങളും ആ പേഷ്യൻറ്റിനെ കുറിച്ചുള്ള എല്ലാ സർക്കംസ്റ്റാൻസസും അവരുടെ സ്ട്രെസ്സർ എന്താണെന്നും സപ്പോർട്ട്സ് എന്താണെന്നും എല്ലാ കാര്യങ്ങളെ പറ്റിയും ഈ GPസിന് നല്ലൊരു അറിവുണ്ട്. അത് കാരണം അവർക്ക് കൊഹറൻറ്റ് ആൻഡ് കോംപ്രിഹെൻസീവ് മാനേജ്മെൻറ്റ് പ്ലാൻ ഉണ്ടാക്കാൻ അതവരെ ഹെൽപ്പ് ചെയ്യും, അതവർക്ക് സഹായകമാകും. ഓഫ് കോഴ്സ് തീർച്ചയായിട്ടും GP ഷുഡ് നോട്ട് സോൾജിയർ ഓൺ എലോൺ ഇഫ് ദേ ഫീൽ ദ പേഷ്യൻ്റ് ഈസ് നോട്ട് ഗെറ്റിംഗ് ബെറ്റർ. അതായത് GPസിന് നല്ല സ്കില്ലുണ്ട്, അവർ പ്രൂവണായിട്ടുള്ള സൈക്കോളജിക്കൽ ആൻഡ് ഫാർമക്കോളജിക്കൽ തെറാപ്പീസൊക്കെ യൂസ് ചെയ്താണ് അവർ ഡിപ്രഷൻ പേഷ്യൻറ്റിനെ ട്രീറ്റ് ചെയ്യുന്നത്. ഇങ്ങനെയൊക്കെ ആണെങ്കിലും ചില സമയങ്ങളിൽ ഇവർ GPs ട്രീറ്റ് ചെയ്തിട്ടും ചില പേഷ്യൻസ് ബെറ്റർ ആവാത്തതുണ്ട്. അങ്ങനെയുള്ള സന്ദർഭങ്ങളിൽ GPs ഷുഡ് നോട്ട് സോൾജിയർ അലോൺ, അവർ മാത്രമല്ല ഇതിനൊരു റെസ്പോൺസിബിൾ ആയിട്ടുള്ളത്. ഇഫ് ദേ ഫീൽ ദ പേഷ്യൻ്റ് ഈസ് നോട്ട് ഗെറ്റിംഗ് ബെറ്റർ, പേഷ്യൻ്റ് ബെറ്റർ ആവുന്നില്ല എന്നുണ്ടെങ്കിൽ അവർ മാത്രമല്ല ഇതിന് ഉള്ള റെസ്പോൺസിബിൾ ആയിട്ടുള്ളവർ എന്നാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ നമ്മുടെ ആൻസർ ഓപ്ഷൻ നോക്കാം. ഓപ്ഷൻ പറയുന്നത് ആർ ഇൻ എ ഗുഡ് പൊസിഷൻ ടു കണ്ടക്ട് ലോങ് ടേം സ്റ്റഡീസ് ഇൻ ദെയർ പേഷ്യൻസ്. അപ്പോൾ GPs ആർ ഇൻ എ ഗുഡ് പൊസിഷൻ ടു കണ്ടക്ട് ലോങ് ടേം സ്റ്റഡീസ് ഇൻ അവരുടെ പേഷ്യൻസിനെ പറ്റിയിട്ട് ഒരു ലോങ് ടേം സ്റ്റഡീസ് നടത്താൻ ഒരു ഗുഡ് പൊസിഷനിലാണ് എന്നാണോ പറയുന്നത്? അങ്ങനെയൊന്നും പറയുന്നില്ല. അവർക്കൊന്നും നല്ല നോളേജ് ഉണ്ട്, അവരുടെ പേഷ്യൻസിനെ പറ്റി നല്ല നോളേജ് ഉണ്ട് എന്ന് പറയുന്നുണ്ട്. പക്ഷേ ഒരു സ്റ്റഡിയെ പറ്റിയൊന്നും അവിടെ പറയുന്നില്ല. അപ്പം നമുക്ക് ആൻസർ ഓപ്ഷൻ എ നമുക്ക് എലിമിനേറ്റ് ചെയ്യാം. ബി പറയുന്നത് ലാക്ക് ട്രെയിനിങ് ഇൻ ദ ട്രീറ്റ്മെൻറ്റ് ആൻഡ് അസസ്മെൻറ്റ് ഓഫ് ഡിപ്രഷൻ. GPസിന് ട്രെയിനിങ് ഡിപ്രഷൻ്റെ ട്രീറ്റ്മെൻറ്റും അസസ്മെൻറ്റും ചെയ്യാനുള്ള ട്രെയിനിങ് ലാക്കാണെന്ന് പറയുന്നുണ്ട്. അവിടെ നമ്മുടെ പാരഗ്രാഫ് തുടങ്ങുമ്പോൾ തന്നെ പറയുന്നത് GPs ഹാവ് മെനി സ്കിൽസ് ഇൻ ദ അസസ്മെൻറ്റ് ആൻഡ് ട്രീറ്റ്മെൻറ്റ് ഓഫ് ഡിപ്രഷൻ എന്നാണ് പറഞ്ഞത്. അവർക്ക് സ്കില്ലുണ്ടെന്നാണ് പറഞ്ഞത്. ബിയിൽ എന്താണ് അത് നേരെ ഓപ്പോസിറ്റ് ഐഡിയ ആണ് ബിയിൽ പറയുന്നത്. അപ്പം നമുക്ക് ബി ഓപ്ഷൻ എലിമിനേറ്റ് ചെയ്യാം. സി ഓപ്ഷൻ പറയുന്നത് എന്താണ്? ഷുഡ് സീക്ക് ഹെൽപ്പ് വെൻ ദ ട്രീറ്റ്മെൻറ്റ് പ്ലാൻസ് ആർ ഇൻഎഫക്റ്റീവ്. യെസ്, അതല്ലേ നമ്മുടെ ആൻസർ ആയിട്ട് വരുന്നത്. അതിനകത്ത് പറയുന്നുണ്ട് ഓഫ് കോഴ്സ് GP ഷുഡ് നോട്ട് സോൾജിയർ ഓൺ എലോൺ ഇഫ് ദേ ഫീൽ ദ പേഷ്യൻ്റ് ഈസ് നോട്ട് ഗെറ്റിംഗ് ബെറ്റർ. അവരുടെ പേഷ്യൻ്റ് ബെറ്റർ ആവുന്നില്ല എന്നുണ്ടെങ്കിൽ GP മാത്രമല്ല അതിനുള്ള റെസ്പോൺസിബിൾ ആയിട്ടുള്ളത്, അതായത് സ്പെഷ്യലൈസ്ഡ് ആയിട്ടുള്ള ആൾക്കാരിലോട്ട് അവർക്ക് റെഫർ ചെയ്യാം എന്നുള്ളതാണ് അവിടെ ഉദ്ദേശിക്കുന്നത്. ഡി ഓപ്ഷൻ പറയുന്നത് എന്താണ്? സംടൈംസ് സ്ട്രഗിൾ ടു ക്രിയേറ്റ് എ കോഹറൻറ്റ് മാനേജ്മെൻറ്റ് പ്ലാൻ മേക്ക് ചെയ്യാനായിട്ട് അവർ സ്ട്രഗിൾ ചെയ്യുന്നുണ്ടോ എന്നൊന്നും അവിടെ പറയുന്നില്ല. അപ്പം നമുക്ക് ഡി ഓപ്ഷനും എലിമിനേറ്റ് ചെയ്യാം. അപ്പോൾ ഇവിടെ നമുക്ക് ഒപ്പീനിയൻ ബേസ്ഡ് ക്വസ്റ്റ്യൻ ആണ്. അതിന് നമ്മളെങ്ങനെയാണ് ആൻസറിലോട്ട് എത്താനുള്ള ഒരു ക്ലൂ എന്ന് പറയുമ്പോൾ ഓഫ് കോഴ്സ് എന്ന് പറയുമ്പോൾ എന്താണ്? അവിടെ ഒരു തീർച്ചയായിട്ടും, അതായത് ഓഫ് കോഴ്സ്, ഇൻഫാക്റ്റ്, ആക്ച്വലി ഇങ്ങനെയൊക്കെ പറയുമ്പോൾ നമ്മുടെ സത്യത്തിൽ അല്ലെങ്കിൽ തീർച്ചയായിട്ടും യഥാർത്ഥത്തിൽ ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ പറയുന്നത് എന്താണ്? അവരവരുടെ ഒപ്പീനിയൻ പറയാൻ വേണ്ടിയിട്ട് എക്സ്പ്രസ് ചെയ്യുന്ന വേർഡ്സുകളാണ്. അപ്പോൾ ഇവിടെ നമുക്ക് ആ ഒരു ഓഫ് കോഴ്സ് എന്ന വേർഡ് വെച്ചിട്ട് നമുക്ക് ഒരു ക്ലൂ അവിടെ കിട്ടുകയാണ്, ഇവിടെയാണ് നമ്മുടെ ആൻസർ എന്നുള്ളത്. പിന്നെ നമ്മൾ അത് വായിക്കുന്നതിൻ്റെ ആ ഒരു ഇതിൽ നിന്ന് അർത്ഥവും കൂടെ എടുക്കുമ്പോൾ നമുക്ക് ആൻസറിലോട്ട് എളുപ്പം എത്താൻ കഴിയും. ഇനി നമ്മൾ 9ാമത്തെ ക്വസ്റ്റ്യൻ നോക്കുവാണ്. വാട്ട് ഡു ദ റിസൾട്ട്സ് ഓഫ് ദ സ്റ്റഡി ഡിസ്ക്രൈബ്ഡ് ഇൻ ദ 3rd പാരഗ്രാഫ് സജസ്റ്റ്. അതായത് ഇവിടെ എന്താണ് പറയുന്നത്? വാട്ട് ഡു ദ റിസൾട്ട്സ് ഓഫ് ദ സ്റ്റഡി ഡിസ്ക്രൈബ്ഡ് ഇൻ ദ 3rd പാരഗ്രാഫ് സജസ്റ്റ്. അപ്പം 3rd പാരഗ്രാഫിൽ ഒരു സ്റ്റഡിയുടെ റിസൾട്ട് പറയുന്നുണ്ട്, അതെന്താണ് സജസ്റ്റ് ചെയ്യുന്നത് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പം നമുക്ക് പാരഗ്രാഫിലോട്ട് പോകാം.
In trying to understand what happens when GPs feel stuck while treating someone with depression, a qualitative study was undertaken that aimed to gauge the response of GPs to the term difficult to treat depression. It was found that while there was a confusion around the exact meaning of the term, GPs could relate to it as broadly encompassing a range of individual and presentations. More specific terms such as treatment-resistant depression are generally reserved for a subgroup of people with difficult to treat depression that has failed to respond to treatment with particular management implications. അപ്പോൾ നമ്മളോട് ഇവിടെ ചോദിച്ചിരിക്കുന്നത് എന്തായിരുന്നു? റിസൾട്ട്സ് ഓഫ് ദ സ്റ്റഡിയെ പറ്റി എന്താണ് ആ പാരഗ്രാഫിൽ സജസ്റ്റ് ചെയ്യുന്നതെന്നാണ്. അപ്പോൾ നമ്മൾ ഒരുപാട് കാര്യങ്ങൾ വായിക്കേണ്ട ആവശ്യമില്ല. എവിടെയാണ് ആ സ്റ്റഡിയുടെ റിസൾട്ട് എന്നുള്ളത് നോക്കുക. ആ സ്റ്റഡിയുടെ റിസൾട്ട് എവിടെയാണോ പറയുന്നത് അവിടെ ചെന്നിട്ട് അതിനെപ്പറ്റി എന്താണ് പറയുന്നത് എന്നുള്ളത് നോക്കിയാൽ മതിയാവും അല്ലേ. അപ്പം നമ്മുടെ ഇവിടെ അവിടെ പറയുന്നത് ഇറ്റ് വാസ് ഫൗണ്ട് ദാറ്റ് എന്നറിയാം. ഈ ഇറ്റ് എന്തുവാണ്? ഈ സ്റ്റഡിയുടെ റിസൾട്ടാണ് പറയുന്നത്. ഇറ്റ് വാസ് ഫൗണ്ട് ദാറ്റ് സ്റ്റഡി വാസ് ഫൗണ്ട് ദാറ്റ് വൈൽ ദർ വാസ് എ കൺഫ്യൂഷൻ അറൗണ്ട് ദി എക്സാക്ട് മീനിങ് ഓഫ് ദ ടേം. അവിടെ പറഞ്ഞ എന്തുവാണ്? അവിടെ ഒരു കൺഫ്യൂഷൻ ഉണ്ട് എന്തിനെ പറ്റി? എക്സാക്ട് മീനിങ് ഓഫ് ദ ടേം. GP could relate it as broadly encompassing a range of individuals and presentation. More specific terms such as treatment-resistant depression. അതായത് ഡിഫിക്കൽട്ട് ടു ട്രീറ്റ് ഡിപ്രഷൻ എന്നുള്ളത് ഒരു കൺഫ്യൂഷൻ ഉണ്ടാക്കുന്നുണ്ട്. ആ സ്റ്റഡിയുടെ റിപ്പോർട്ടും പ്രകാരം ദർ വാസ് എ കൺഫ്യൂഷൻ അറൗണ്ട് ദ എക്സാക്ട് മീനിങ് ഓഫ് ദ ടേം. ഈ ഡിഫിക്കൽട്ട് ടു ട്രീറ്റ് ഡിപ്രഷൻ എന്ന ടേം ഒരു കൺഫ്യൂഷൻ ഉണ്ടാക്കുന്നുണ്ട്. GPs could relate its broadly encompassing range of individuals and presentation. More specific term, അതിന് ഏറ്റവും സ്പെസിഫിക് ആയിട്ടുള്ള ടേം ഏതാണ്? ട്രീറ്റ്മെൻറ്റ് റെസിസ്റ്റൻറ്റ് ഡിപ്രഷൻ എന്നുള്ളതാണ്. ജനറലി റിസർവ്ഡ് ഫോർ സബ് ഗ്രൂപ്പ് ഓഫ് പീപ്പിൾ വിത്ത് ഡിഫിക്കൽട്ട് ടു ട്രീറ്റ് ഡിപ്രഷൻ ദാറ്റ് ഹാസ് ഫെയിൽഡ് ടു റെസ്പോണ്ട് ടു ട്രീറ്റ്മെൻറ്റ്. അപ്പം സ്റ്റഡി ഫൗണ്ട് ചെയ്തിരിക്കുന്നത് എന്താണെന്നാണ് നമ്മളോട് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ അവിടെ പറഞ്ഞിരിക്കുന്നത് എന്താണ്? ഇറ്റ് വാസ് ഫൗണ്ട് ദാറ്റ് while there was a confusion around the exact meaning of the term. ആ ടേമിൻ്റെ മീനിങ്ങിനെ പറ്റി ഒരു കൺഫ്യൂഷൻ ഉണ്ട് എന്നാണ് അവിടെ പറഞ്ഞത്. നമുക്ക് ആൻസർ ഓപ്ഷൻ നോക്കാം. ആൻസർ ഓപ്ഷൻ എ പറയുന്നത് GPs പ്രിഫർ ദ ടേം ട്രീറ്റ്മെൻറ്റ് റെസിസ്റ്റൻറ്റ് ഡിപ്രഷൻ ടു ഡിഫിക്കൽട്ട് ടു ട്രീറ്റ് ഡിപ്രഷൻ. GP പ്രിഫർ ചെയ്യുന്നു എന്നാണോ പറയുന്നത്? പ്രിഫർ ചെയ്യുന്നു എന്ന് പറഞ്ഞിട്ടില്ല. അപ്പം നമുക്ക് ആൻസർ ഓപ്ഷൻ എ എലിമിനേറ്റ് ചെയ്യാം. Patient with difficult to treat depression sometimes get stuck in the treatment. Patient with difficult to treat depression ട്രീറ്റ് ചെയ്യാൻ ഡിഫിക്കൽട്ട് ആയിട്ടുള്ളവർ ചില സമയത്ത് സ്റ്റക്ക് ആവുന്നു, ട്രീറ്റ്മെൻറ്റ് സ്റ്റക്ക് ആവുന്നു എന്ന് പറഞ്ഞിട്ടുണ്ടോ? ഇല്ല. നമുക്കപ്പോൾ ആൻസർ ഓപ്ഷൻ ബി എലിമിനേറ്റ് ചെയ്യാം. ദ ടേം ഡിഫിക്കൽട്ട് ടു ട്രീറ്റ് ഡിപ്രഷൻ ലാക്സ് എ പ്രിസൈസ് ഡെഫിനിഷൻ. അതവിടെ പറയുന്നുണ്ട് അല്ലേ. while there was a confusion around the exact meaning of the term. ആ ടേമിൻ്റെ മീനിങ്ങിന് ഒരു കൺഫ്യൂഷൻ ഉണ്ട് എന്ന് പറയുന്നതല്ലേ എക്സാക്റ്റ് എന്താണ്? ദ ടേം ഡിഫിക്കൽട്ട് ടു ട്രീറ്റ് ഡിപ്രഷൻ ലാക്സ് എ പ്രിസൈസ് ഡെഫിനിഷൻ. ഒരു കറക്റ്റായിട്ടുള്ള ഒരു ഡെഫിനിഷൻ ലാക്ക് ചെയ്യുന്നുണ്ട്. അത് തന്നെയാണ് കൺഫ്യൂഷൻ. അവിടെ പാരഗ്രാഫിൽ എങ്ങനെയാണ് അതിനെ പറഞ്ഞിരിക്കുന്നത്? there was a confusion around the exact meaning of the term. നമ്മുടെ ആൻസർ എന്താണ്? സി ആണ്. ഡി ഓപ്ഷൻ എന്താണ്? ദർ ഈസ് ആൻ ഐഡൻറ്റിഫയബിൾ സബ് ഗ്രൂപ്പ് ഓഫ് പേഷ്യൻറ്റ് വിത്ത് ഡിഫിക്കൽട്ട് ടു ട്രീറ്റ് ഡിപ്രഷൻ. അങ്ങനെയും പറഞ്ഞിട്ടില്ല. അപ്പം നമ്മുടെ ക്വസ്റ്റ്യൻ എന്താണെന്ന് നമ്മൾ നോക്കുക. അതിനോട് സംബന്ധിച്ച് എന്താണോ നമ്മുടെ പാരഗ്രാഫിൽ പറഞ്ഞിരിക്കുന്നതെന്ന് നോക്കുക. ഇവിടെ നമ്മുടെ ക്വസ്റ്റ്യൻ എന്തായിരുന്നു? സ്റ്റഡി റിസൾട്ടിനെ പറ്റി എന്താണ് സജസ്റ്റ് ചെയ്തിരിക്കുന്നത്? അപ്പോൾ സ്റ്റഡി ഫൗണ്ട് ദാറ്റ് എന്ന് പറഞ്ഞിരിക്കുന്നത് എന്താണ്? while there was a confusion around the exact meaning of the term. അവിടെയാണ് നമ്മുടെ ആൻസർ വരുന്നത്. അവിടെ തന്നെ ആ ഡിഫിക്കൽട്ട് ടു ട്രീറ്റ് ഡിപ്രഷൻ എന്ന വേർഡിന് ഒരു കൺഫ്യൂഷൻ ഉണ്ട്. അതിൻ്റെ എക്സാക്റ്റ് മീനിങ് ഒരു കൺഫ്യൂഷൻ ഉണ്ട് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അത് തന്നെയാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. ദ ടേം ഡിഫിക്കൽട്ട് ടു ട്രീറ്റ് ഡിപ്രഷൻ ലാക്സ് എ പ്രിസൈസ് ഡെഫിനിഷൻ എന്ന് പറയുന്നത്. നിങ്ങൾക്ക് ഇതെങ്ങനെയാണ് കിട്ടിയതെന്ന് മനസ്സിലായി കാണുമെന്ന് വിശ്വസിക്കുന്നു. ഇനി അടുത്ത ക്വസ്റ്റ്യൻ പാരഗ്രാഫ് 4 സജസ്റ്റ് ദാറ്റ്. പാരഗ്രാഫ് 4 എന്താണ് സജസ്റ്റ് ചെയ്യുന്നത് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. നമുക്ക് പാരഗ്രാഫിലോട്ട് പോകാം. വൺ സിനാരിയോ ഇൻ വിച്ച് ഡിപ്രഷൻ ക്യാൻ ബി ഡിഫിക്കൽട്ട് ടു ട്രീറ്റ് ഇൻ ദ കോണ്ടെക്സ്റ്റ് ഓഫ് ഫിസിക്കൽ ഇൽനെസ്
Depression is often expressed via physical symptoms. However, it is also true is that people with chronic physical ailments are at high risk of depression. Functional pain syndromes, where the origin and cause of the pain are unclear, are particularly tricky, as complaints of pain require the clinicians to accept them as legitimate even if there is no obvious physical cause. The use of analgesics can create its own problems, including dependence. Patients with comorbid chronic pain and depression require careful and sensitive management and a long-term commitment from the GP to ensure consistency of care and support. അപ്പോൾ ഇവിടെ പറയുന്ന ഒരു സിനാരിയോ എന്ന് പറഞ്ഞാൽ ഇൻ വിച്ച് ഡിപ്രഷൻ ക്യാൻ ബി ഡിഫിക്കൾട്ട് ടു ട്രീറ്റ് ഈസ് ഇറ്റ് ഇൻ ദ കോണ്ടെക്സ്റ്റ് ഓഫ് ഫിസിക്കൽ ഇൽനെസ്. അതായത് ഒരു ഫിസിക്കൽ ഇൽനെസ്സിൻ്റെ കോണ്ടെക്സ്റ്റിലാണ് ഈ ഡിപ്രഷൻ എന്ന് പറയുന്നത് ഡിഫിക്കൾട്ട് ടു ട്രീറ്റ് ആവുന്നത്. അതായത് ഒരു ഫിസിക്കൽ എയിൽമെൻറ്റ്സ് ഉണ്ടെന്നുള്ള ഒരു ഫിസിക്കൽ ഇൽനെസ് ഉള്ള ഒരാളിന് ഡിപ്രഷനും കൂടെ ഉണ്ടെങ്കിൽ അപ്പോൾ അവരുടെ ഡിപ്രഷൻ ട്രീറ്റ് ചെയ്യാൻ ഡിഫിക്കൾട്ടാണെന്നാണ് അവിടെ പറയുന്നത്. അതൊരു സിനാരിയോ ആണ്. ഡിപ്രഷൻ ഈസ് ഓഫൺ എക്സ്പ്രസ്ഡ് വയ ഫിസിക്കൽ സിംറ്റംസ് എന്ന് പറഞ്ഞാൽ ഡിപ്രഷൻ മിക്കവാറും എക്സ്പ്രസ് ചെയ്യുന്നത് എങ്ങനെയാണ്? ഒരു ഫിസിക്കൽ സിംറ്റമായിട്ടായിരിക്കും അവർ എക്സ്പ്രസ് ചെയ്യുന്നത്. ഹവർ എന്നിരുന്നാലും ഇറ്റ് ഈസ് ഓൾസോ ട്രൂ ദാറ്റ് പീപ്പിൾ വിത്ത് ക്രോണിക് ഫിസിക്കൽ എലിമെൻറ്റ്സ് ആർ ഹൈ റിസ്ക് ഓഫ് ഡിപ്രഷൻ. അതായത് ഡിപ്രഷൻ ഉള്ളവർ അത് എക്സ്പ്രസ് ചെയ്യുന്നത് ഫിസിക്കൽ സിംറ്റംസ് വഴിയാണ്. എന്നിരുന്നാലും ചിലർക്ക് ഈ ഫിസിക്കൽ എയിൽമെൻറ്റ്സ് ഉണ്ടായത് കാരണം അത് ഒരു ഹൈ റിസ്ക് ഓഫ് ഡിപ്രഷൻ ഉണ്ടാവാനുള്ള ഒരു കാരണമാണ്. അതായത് ഇപ്പോൾ ക്രോണിക് ആയിട്ടുള്ള പെയിൻ അല്ലെങ്കിൽ ക്യാൻസർ ഇങ്ങനെയൊക്കെയുള്ള ഒരു അസുഖങ്ങൾ വന്നു കഴിഞ്ഞാൽ അതിനോടുള്ള അവരുടെ ആ ഒരു മനോഭാവം വന്ന് അവരെ ഒരുപാട് ഡിപ്രഷനിലോട്ട് പോകാം. അപ്പം അതും ആണ് ഇവിടെ പറയുന്നത്. ഇറ്റ് ഈസ് ഓൾസോ ട്രൂ ദാറ്റ് പീപ്പിൾ വിത്ത് ക്രോണിക് ഫിസിക്കൽ എയിൽമെൻറ്റ്സ്, ക്രോണിക് ആയിട്ടുള്ള ഫിസിക്കൽ എയിൽമെൻറ്റ്സ് ഉള്ളത് ഒരു ഡിപ്രഷൻ്റെ ഹൈ റിസ്ക് ആണെന്നാണ് പറയുന്നത്. ഫങ്ഷണൽ പെയിൻ സിൻഡ്രോംസ് വെയർ ദ ഒറിജിൻ ആൻഡ് ദ കോസ് ഓഫ് ദ പെയിൻ ആർ അൺക്ലിയർ. അതായത് ഫങ്ഷണൽ പെയിൻ സിൻഡ്രോംസ് വെയർ ദ ഒറിജിൻ ആൻഡ് കോസ് ഓഫ് ദ പെയിൻ ആർ അൺക്ലിയർ. ഫങ്ഷണൽ പെയിൻ അതായത് അതിൻ്റെ ഒരു പെയിൻ ഉണ്ടായി അതിൻ്റെ ഒറിജിൻ എന്താണെന്നോ അതിൻ്റെ കോസ് എന്താണെന്നോ ഒന്നും അറിയത്തില്ല. ആർ പർട്ടിക്കുലർലി ട്രിക്കി. ഇങ്ങനെയുള്ള ഫങ്ഷണൽ പെയിൻ സിൻഡ്രോം ഉള്ളപ്പോൾ ഇത്തരത്തിലുള്ള സമയങ്ങളിൽ ഇത് പർട്ടിക്കുലർലി ട്രിക്കിയാണ്. ആസ് കംപ്ലൈൻറ്റ്സ് ഓഫ് പെയിൻ റിക്വയർ ദ ക്ലിനിഷ്യൻ ടു അക്സെപ്റ്റ് ദം ആസ് എ ലെജിറ്റിമേറ്റ് ഈവൻ ഇഫ് ദർ ഈസ് നോ ഒബിയസ് ഫിസിക്കൽ കോസ്. ഇങ്ങനെ ഫങ്ഷണൽ സിൻഡ്രോം ഒക്കെ വരുമ്പോഴത്തേക്ക് ഇത് അതിൻ്റെ ഒറിജിൻ എന്താണെന്നോ കോസ് എന്താണെന്നോ ഒന്നും ക്ലിയർ അല്ല. അങ്ങനെ വരുമ്പോഴത്തേക്ക് ഈ ക്ലിനിഷ്യൻസ് അക്സെപ്റ്റ് ആസ് എ ലെജിറ്റിമേറ്റ്, ഇതൊരു യഥാർത്ഥത്തിലുള്ള പെയിൻ ആണോ ഇല്ലയോ എന്നൊക്കെയുള്ള ഒരു സംശയം ക്ലിനിഷ്യൻസിനും ഉണ്ടാവാം. ഈവൻ ഇഫ് ദർ ഈസ് നോ ഒബിയസ് ഫിസിക്കൽ കോസ്. ചിലപ്പോൾ അവർക്ക് ഫിസിക്കലായിട്ടുള്ള കോസ് ഒന്നും കാണത്തില്ല ഇങ്ങനെയൊക്കെ വരുമ്പോൾ. ദ യൂസ് ഓഫ് അനാൽജസിസ് ക്യാൻ ക്രിയേറ്റ് ഇറ്റ്സ് ഓൺ പ്രോബ്ലംസ്. ഈ അനാൽജസിക്സ് യൂസ് ചെയ്താൽ അതിൻ്റേതായിട്ടുള്ള പ്രോബ്ലം ഉണ്ടാവും ചിലപ്പോൾ, ഇൻക്ലൂഡിങ് ഡിപ്പെൻഡൻസ് ഒക്കെ ഉണ്ടാവാം. പേഷ്യൻസ് വിത്ത് കോമോർബിഡ് ക്രോണിക് പെയിൻ ആൻഡ് ഡിപ്രഷൻ റിക്വയർ കെയർഫുൾ ആൻഡ് സെൻസിറ്റീവ് മാനേജ്മെൻറ്റ്. അപ്പം അതുകൊണ്ട് പേഷ്യൻസ് വിത്ത് കോമോർബിഡ് ക്രോണിക് പെയിൻ ഉള്ളവർ ആൻഡ് ഡിപ്രഷൻ ഉള്ളവർക്ക് കെയർഫുള്ളായിട്ടും സെൻസിറ്റീവായിട്ടുള്ള മാനേജ്മെൻറ്റ് വേണം. ആൻഡ് ലോങ് ടേം കമ്മിറ്റ്മെൻറ്റ് ഫ്രം ദ GP ടു എൻഷുർ കൺസിസ്റ്റൻസി ഓഫ് കെയർ ആൻഡ് സപ്പോർട്ട്. അതുപോലെ ലോങ് ടേം ആയിട്ടുള്ള കൺസിസ്റ്റൻസ് ആയിട്ടുള്ള ഒരു കെയറും സപ്പോർട്ടുമൊക്കെ GPs എൻഷുർ ചെയ്യുകയും വേണം എന്നാണ് പറയുന്നത്. ഇവിടെ നമുക്ക് 4th പാരഗ്രാഫ് സജസ്റ്റ് ചെയ്യുന്നത് എന്താണെന്നാണ് ചോദിച്ചിരിക്കുന്നില്ലേ. പ്രിസ്ക്രൈബിങ് അനാൽജസിക്സ് ഈസ് അൺഅഡ്വൈസബിൾ വെൻ ട്രീറ്റിംഗ് പേഷ്യൻറ്റ് വിത്ത് ഡിപ്രഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടോ. അനാൽജസിക്സ് പ്രിസ്ക്രൈബ് ചെയ്യുന്നത് അഡ്വൈസ് ചെയ്യാൻ പറ്റത്തില്ല വെൻ ട്രീറ്റിംഗ് പേഷ്യൻറ്റ് വിത്ത് ഡിപ്രഷനുള്ള പേഷ്യൻറ്റിന് ട്രീറ്റ് ചെയ്യുമ്പോൾ അനാൽജസിക്സ് അഡ്വൈസ് ചെയ്യാൻ പറ്റത്തില്ല എന്ന് പറഞ്ഞിട്ടുണ്ടോ. ഇങ്ങനെയൊന്നും പറഞ്ഞിട്ടില്ല. അപ്പം നമുക്ക് A ഓപ്ഷൻ എലിമിനേറ്റ് ചെയ്യാം. B ഓപ്ഷൻ പറയുന്നത് ദ കോ ഒക്കറൻസ് ഓഫ് ഡിപ്രഷൻ വിത്ത് ക്രോണിക് കണ്ടീഷൻസ് മേക്സ് ഇറ്റ് ഹാർഡർ ടു ട്രീറ്റ്. അതവിടെ പറയുന്നുണ്ട് അല്ലേ. ഡിപ്രഷൻ്റെ കൂടെ ഒരു ക്രോണിക് കണ്ടീഷൻസ് കൂടെ വന്നു കഴിഞ്ഞാൽ ഇത്തരത്തിലുള്ള ഡിപ്രഷനും അതിൻ്റെ കൂടെ ഒരു ക്രോണിക് ഫിസിക്കൽ ഇൽനെസ് കൂടെ വന്നു കഴിഞ്ഞാൽ
അത് ട്രീറ്റ് ചെയ്യാൻ ഡിഫിക്കൽട്ടാണെന്ന് അവിടെ പറയുന്നുണ്ട് അല്ലേ. ഇവിടെ പറയുന്നുണ്ടല്ലോ, ഫങ്ഷണൽ പെയിൻ സിൻഡ്രോം വേർ ദ ഒറിജിൻ ആൻഡ് കോസ് ഓഫ് ദ പെയിൻ ആർ അൺക്ലിയർ ആർ പർട്ടിക്കുലർലി ട്രിക്കി. പർട്ടിക്കുലർലി ട്രിക്കി എന്ന് പറയുമ്പോൾ എന്താണ്? ഹാർഡ് ടു ട്രീറ്റ്, മേക്സ് ഇറ്റ് ഹാർഡർ ടു ട്രീറ്റ്. ട്രീറ്റ് ചെയ്യാൻ ഹാർഡറാണ്, ബുദ്ധിമുട്ടാണ് എന്നുള്ളതാണ്. അപ്പം നമ്മുടെ ആൻസർ എന്ന് പറഞ്ഞാൽ ബി ആണ്. ദ കോ ഓക്കറൻസ് ഓഫ് ഡിപ്രഷൻ. ഡിപ്രഷൻ്റെ കൂടെ തന്നെ ഒരു ക്രോണിക് കണ്ടീഷനും കൂടെ വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിനെ ട്രീറ്റ് ചെയ്യാൻ ബുദ്ധിമുട്ടാണെന്നാണ് പറയുന്നത്. അതാണ് നമ്മുടെ പാരഗ്രാഫ് 4 സജസ്റ്റ് ചെയ്യുന്നത്. സി ഓപ്ഷൻ പറയുന്ന പേഷ്യൻ്റ് വിത്ത് ഡിപ്രഷൻ മേ ഹാവ് അൺഡയഗ്നോസ്ഡ് ക്രോണിക് ഫിസിക്കൽ എയിൽമെൻറ്റ്സ്. ഡിപ്രഷൻ ഉള്ള പേഷ്യൻസിന് ക്രോണിക് ഫിസിക്കൽ എയിൽമെൻറ്റ്സ് വന്നാൽ അത് ഡയഗ്നോസ് ചെയ്യപ്പെടാതെ പോയേക്കാമെന്ന് പറയുന്നുണ്ടോ? അങ്ങനെയൊന്നും പറയുന്നില്ല. അപ്പം നമുക്ക് സി ഓപ്ഷൻ എലിമിനേറ്റ് ചെയ്യാം. ഡി ഓപ്ഷൻ പറയുന്നു, ഡോക്ടേഴ്സ് ഷുഡ് ബി മോർ കെയർഫുൾ വെൻ അക്സെപ്റ്റിംഗ് പെയിൻ കംപ്ലയിൻറ്റ്സ് ആസ് ലെജിറ്റിമേറ്റ്. മോർ കെയർഫുൾ വെൻ അക്സെപ്റ്റിംഗ് പെയിൻ കംപ്ലയിൻറ്റ്സ് ആസ് ലെജിറ്റിമേറ്റ് എന്ന് പറയുന്നുണ്ടോ? അതൊന്നും പറയുന്നില്ല. അപ്പം അവിടെ പറയുന്നത് അവർ ലോങ് ടേം ആയിട്ട് പേഷ്യൻറ്റിനെ നോക്കുമ്പോൾ കൺസിസ്റ്റൻസി ആൻഡ് സപ്പോർട്ട് എൻഷുർ ചെയ്യണം എന്നാണ് പറഞ്ഞത് അല്ലേ. പേഷ്യൻറ്റ് വിത്ത് കോമോർബിഡ് ക്രോണിക് പെയിൻ ആൻഡ് ഡിപ്രഷൻ, ഇത് ക്രോണിക് പെയിനും ഡിപ്രഷനും ഉള്ളവരൊക്കെ കെയർഫുൾ ആൻഡ് സെൻസിറ്റീവ് മാനേജ്മെൻറ്റും അതുപോലെ തന്നെ കൺസിസ്റ്റൻസി ഓഫ് കെയർ ആൻഡ് സപ്പോർട്ട് എൻഷുർ ചെയ്യണം എന്നാണ് പറയുന്നത്. അല്ലാതെ പെയിൻ കംപ്ലയിൻറ്റ്സ് അക്സെപ്റ്റ് ചെയ്യുമ്പോൾ ഡോക്ടേഴ്സ് മോർ കെയർഫുൾ ആയിരിക്കണം എന്നല്ല അവിടെ പറയുന്നത്. അപ്പോൾ നമുക്ക് ഡി ഓപ്ഷനും എലിമിനേറ്റ് ചെയ്യാം. അപ്പോൾ ഇവിടെ ഒരു സജസ്റ്റ് എന്നുള്ളൊരു ക്വസ്റ്റ്യനാണ്. അപ്പോൾ നമ്മൾ എന്താണ് ഒപ്പീനിയൻ ബേസ്ഡ് ക്വസ്റ്റ്യനാണ്. അപ്പോൾ ഇവിടെ നമ്മുടെ ഒപ്പീനിയൻ ബേസ്ഡ് ക്വസ്റ്റ്യന് എങ്ങനെയാണ് നമുക്കവിടെ ഒരു ക്ലൂ കിട്ടിയത് എന്ന് പറഞ്ഞാൽ ഇവിടെയും ആഡ്വർബ് യൂസ് ചെയ്തിട്ടുണ്ട്. ആ ആഡ്വർബ് യൂസ് ചെയ്തേക്കുന്നത് കാണുമ്പോൾ നമുക്ക് ഇവിടെയാണ് നമ്മുടെ ആൻസർ വരുന്നതെന്ന് മനസ്സിലാവും. ഫങ്ഷണൽ പെയിൻ സിൻഡ്രോം വെയർ ദ ഒറിജിൻ ആൻഡ് കോസ് ഓഫ് ദ പെയിൻ ആർ അൺക്ലിയർ ആർ പർട്ടിക്കുലർലി ട്രിക്കി. പർട്ടിക്കുലർലി എന്ന് പറയുന്ന ഒരു അഡ്വർബ് യൂസ് ചെയ്തിട്ടുണ്ട്. പർട്ടിക്കുലർലി പ്രത്യേകിച്ചും ട്രിക്കിയാണ്. ട്രിക്കി എന്ന് പറയുമ്പോൾ ഡിഫിക്കൽട്ടാണ് ട്രീറ്റ് ചെയ്യാൻ. പർട്ടിക്കുലർലി ട്രിക്കി അത് തന്നെയാണ് നമ്മുടെ ബി ഓപ്ഷൻ പറയുന്നത്. ദ കോ ഓക്കറൻസ് ഓഫ് ഡിപ്രഷൻ വിത്ത് ക്രോണിക് കണ്ടീഷൻ മേക്സ് ഇറ്റ് ഹാർഡർ ടു ട്രീറ്റ്. അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ ഒപ്പീനിയൻ ബേസ്ഡ് ക്വസ്റ്റ്യൻ വന്നു കഴിഞ്ഞാൽ അതിൻ്റെ ആൻസറിന് പെട്ടെന്ന് കണ്ടുപിടിക്കുന്നത്. ഇത് നിങ്ങൾക്ക് യൂസ്ഫുൾ ആവും, ഈ വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആവുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അതുപോലെ തന്നെ എൻ്റെ വീഡിയോസൊക്കെ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ഷെയർ ചെയ്യുകയും സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ ഓൾ എന്ന ബെല്ലൈക്കൺ എനേബിൾ ചെയ്യുകയും ചെയ്യുക. താങ്ക് യു.